അപ്പോൾ ഇന്നും കുളിച്ചൊരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. ഇന്ന് ആക്ച്വലി ഓഫീസിലേക്കല്ല, ഇന്നൊരു സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. കുറച്ച് കാര്യമായിട്ട് ഒരുങ്ങി എന്നുള്ളത് സത്യമാണ്, വേറൊന്നുമല്ല, ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു ഡ്രസ്സൊക്കെ എടുത്തിട്ടു, നല്ല സുന്ദരിക്കുട്ടിയായിട്ട് ഒരുങ്ങി. ഇപ്പം രാവിലെ ഇങ്ങനെ വീടിൻ്റെ മുറ്റത്ത് ഒരുക്കം കഴിഞ്ഞ് ഉലാത്തുന്ന രംഗമാണ്, ക്യൂട്ട്നെസ് വാരി വിതറുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറത്തെ വീട്ടിൽ ചേച്ചി എത്തിച്ച് നോക്കുന്നുണ്ട്, സാരമില്ല പോട്ടെ, നമുക്കൊരു വീഡിയോ എടുക്കാൻ എന്തൊക്കെ കഷ്ടപ്പാടാണ്. ഞാൻ ചേച്ചി എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് ഞാൻ പിന്നെയും വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ബസ് കയറി. ബസ്സിലിരുന്ന് എനിക്ക് ഇങ്ങനെ കുറേ ആലോചനകളൊക്കെ ആയിരുന്നു. ഇനി എത്ര നേരം ഉണ്ടാവും, മീറ്റിംഗ് ഒരുപാട് ലേറ്റ് ആവുമോ, അങ്ങനെയുള്ള കുറേ ടെൻഷൻസിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ഫുഡ് എന്താണാവോ, ചിക്കൻ ബിരിയാണി ആയിരിക്കുമോ അതോ ചോറ് മാത്രമാവോ എന്നുള്ള ഭീകരമായ ടെൻഷനുകളിലൂടെയാണ് ഞാൻ കടന്നു പോയത്. എങ്ങനെയാണ് എൻ്റെ ടെൻഷൻ നിങ്ങളോട് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. എത്രയും ടെൻഷനായിരുന്നു, ഫുഡ് സമയത്ത് കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെയുള്ളൊരു ഭയങ്കരമായ വിഷമത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നുണ്ടായിരുന്നത്. ഞാൻ ഇന്ന് പോയ ബസ്സിൽ ശ്രദ്ധിച്ചത് ഇങ്ങനെ ഒരു സംഭവം, ബസ്സിൻ്റെ പേരും പിന്നെ ഇങ്ങനെ അവർ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സാധാരണ പോണ ബസ്സിലല്ല പോയത്, അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ബസ്സൊക്കെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ നല്ല രസമാണ് ശരിക്കും. ഞാൻ ഏറ്റവും ഫ്രണ്ടിലെ ആ ലേഡീസ് ഇരിക്കുന്ന ഒരു ലോങ് സീറ്റിലില്ലേ, അതിൽ ഫസ്റ്റായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്, ഒരാൾ എന്നെ അതിരൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കുറച്ച് നേരമൊന്നുമല്ല, കയറി ഇരുന്ന് ഞാൻ ഇറങ്ങുന്നത് വരെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം. പിന്നെയാണ് പെട്ടെന്നൊരു ബ്ലോക്ക് വന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ടൈമിൽ നല്ല ബ്ലോക്ക് ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചത്, കാരണം ഞാൻ ഈ സമയത്ത് അല്ല പോവാറ് എന്നുള്ളതുകൊണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് ആക്ച്വലി ഒരു ആംബുലൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി വണ്ടികളൊക്കെ ഇങ്ങനെ നീക്കി നിൽക്കുന്നതാണ്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ആംബുലൻസ് പോകുമ്പോൾ എല്ലാ വണ്ടികളും ഒന്നായി സൈഡാക്കി ഇങ്ങനെ അത് പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഒരു സന്തോഷം ഒന്നാറുണ്ട്. നമുക്കൊക്കെ അങ്ങനൊരു ഇമോഷൻ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ധൃതി പിടിച്ച് തിരക്ക് ഉള്ള ആൾക്കാരാണ്, എന്നാലും അങ്ങനെ ഒരു ആംബുലൻസ് പോകുമ്പം അവിടെ ക്ഷമയോടുകൂടി ഇത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പം ഭയങ്കര സന്തോഷം തോന്നും നമുക്ക്. അതൊരു ഹ്യൂമാനിറ്റിയുടെ ഭാഗമാണല്ലോ. പിന്നെ ആക്ച്വലി ആംബുലൻസ് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ തിരക്കൊക്കെ മാറി, പിന്നെ വണ്ടികളൊക്കെ പതുക്കെ മൂവിങ് ആയി. പക്ഷെ അത്രയും നേരം ബ്ലോക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ അവിടെ ഇങ്ങനെ ബ്ലോക്കിൽ പെട്ട് കിടക്കുകയായിരുന്നു. പിന്നെ പൊതുവെ ഈ സ്ഥലത്ത് അത്യാവശ്യം നല്ലൊരു ബ്ലോക്കുള്ള ഏരിയ ആണ്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഏരിയ പാസ് ചെയ്യുമ്പോഴും നല്ല ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് ഇവനാണ് ഗൈസ്. ഇവനാണ് എന്നെ ഞാൻ ബസ് കയറുമ്പോൾ തൊട്ട് ഇറങ്ങുന്നത് വരെ നോക്കിയിരുന്നത്. തൊട്ടപ്പുറത്ത് ഒരാളുണ്ട്, ആളെന്തോ മൈൻഡില്ല, ആൾ മുകളിലോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവൻ എന്നെ വെറുതെ വിട്ടിട്ടില്ല. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറേ നേരം അത് നോക്കിയിരുന്നു. എനിക്ക് ചിരി വന്ന് ശരിക്കും കാണുമ്പോൾ, ശരിക്കും എന്നെ നോക്കുന്ന പോലെ. അങ്ങനെ ഞാൻ സ്ഥലത്തെത്തി. ഇവിടെയാണ് പരിപാടി നടക്കുന്നത്. കാര്യമായ എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. എനിക്കിങ്ങനെ എപ്പോൾ കഴിയും, എങ്ങനെ കഴിയും, എത്രത്തോളം സമയം എടുക്കുന്നു ഒന്നും അറിയില്ല. അപ്പം അതിൻ്റെ തലപുകഞ്ഞുള്ള ആലോചനയിലാണ് ഞാൻ. പിന്നെ ഒരു ഇടക്കാലം ആശ്വാസം എന്ന പോലെ ഒരു ഇല അട വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. കഴിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ വീഡിയോ എടുക്കാൻ മറന്നല്ലോ എന്നുള്ളത്. വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ഇലയുടെയും കൂടി മേടിച്ചാലോന്ന് ഓർത്തു. പിന്നെ അതിന് വേണ്ടി പുറകിലൊക്കെ പോകണ്ടേന്ന് ആലോചിച്ച് ഞാൻ അവിടെ ഇരുന്നതാണ്. ഞാൻ ഇന്ന് ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ഫുഡ് കിട്ടിയത്. കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, കുറേ പേരൊക്കെ ഫോണിലൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു, കുറേ പേര് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നന്നായി ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ഇരുന്നത്. ഒരു ഫയൽ കിട്ടി, പിന്നെ ഒരു പെൻ കിട്ടി. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പേനയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഇത് കാണുന്നത്. സാധാരണ നോർമൽ ടൈപ്പ് ഒരു പെന്നാണ് കിട്ടാറ്. പിന്നെ ഇന്നത്തെ മോട്ടീവ് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ഭയങ്കര സന്തോഷം തോന്നി. ഇങ്ങനെ ചിലപ്പോൾ ചോറും കറിയൊക്കെയാണ് കിട്ടാറ്, പെട്ടെന്ന് നമുക്ക് ചിക്കൻ ബിരിയാണി കിട്ടുമ്പോൾ സർപ്രൈസ് ആയിട്ട് കിട്ടുമ്പോൾ സന്തോഷമല്ലേ. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ തിരക്കായിരുന്നു ശരിക്കും. അപ്പോൾ എനിക്കധികം ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് ഇടിച്ചേറി മേടിച്ച് സീറ്റൊക്കെ കിട്ടി. കുറേ പേര് ബെഞ്ച് ഡെസ്കൊന്നും കിട്ടാതെ അങ്ങനെ വേറെ സ്ഥലത്ത് പോയിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരുമ്പോൾ ബസ്സിൽ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള കുറേ ബൊമ്മക്കുട്ടികളുണ്ടായിരുന്നു.
അവരിലെ അവസാനത്തെ ബൊമ്മക്കുട്ടി പുറത്തോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെ തിരിച്ചിങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടക്ടർ തന്നെ നോക്കുന്നുണ്ടായിരുന്നു, അത് എടുത്ത് പൊട്ടിക്കുമോ എന്ന് ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് കിട്ടിയത് നല്ല വെയിലൊക്കെ അടിക്കുന്നൊരു സീറ്റാണ്, നല്ലൊരു ഹോട്ട് സീറ്റായിരുന്നു. അപ്പോൾ ആ വെയിലിൻ്റെയൊക്കെ ചൂടൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഞാൻ കുറേ നേരം നോക്കി വേറെ വല്ല സീറ്റ് ഉണ്ടോ മാറിയിരിക്കാൻ, പക്ഷെ ബസ്സിൽ നല്ല തിരക്കായതുകൊണ്ട് ഒരു സീറ്റും ഒന്നും കിട്ടിയില്ല. പിന്നെ ആ വെയിലൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സൺ ബാത്തൊക്കെ ചെയ്യണമല്ലോ എന്നുള്ള ഒരു ഇതിൽ പിന്നെ അങ്ങനെ വിട്ടു ഞാനത്.